ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പറവൂർ റൂട്ടിലുള്ള കൂനമാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കൂനമാവ് ജംഗ്ഷനിൽ നിന്നും വെറും 300 മീറ്റർ 300 മീറ്റർ മാത്രമായുള്ള ദൂരത്തിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പുതിയ 6 വരി പാത 6 ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ വർക്കുകൾ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും എറണാകുളത്തേക്ക് നിമിഷ നേരം കൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാണുന്ന കൂനമാവ് ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാത്രമാണ് സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്ര ദൂരമാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്ന് ലുലു മാളിലേക്ക് വെറും 8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ പറവൂരേക്ക് 8 കിലോമീറ്റർ, ആലുവ UC കോളേജിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ ഒരു 6 ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കിലോമീറ്ററുകളൊക്കെ അത്രയും സഞ്ചരിക്കുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ യാതൊരു റോഡ് ബ്ലോക്കോ ഒന്നും ഇല്ലാതെ ട്രാഫിക് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് നമുക്ക് എറണാകുളം സൈഡിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ കണ്ടിരുന്നു, ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ആയിട്ട് വലിയൊരു ഗേറ്റിന്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടിരുന്നു. അതിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടാർ റോഡ് തന്നെയാണ് ഈ വില്ലകളുടെ അകത്തൂടെയും കടന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, മെയിൻ ഗേറ്റഡ് കോമ്പൗണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ടാർ റോഡാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാം തന്നെ പ്ലോട്ട് വൈസ് ആയിട്ട് തിരിച്ചിട്ടിട്ട് വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു വീടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് ഇതിന് നേരെ ഫേസ് ആയിട്ട് തന്നെ മറ്റൊരു വീടുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ ആണെങ്കിലും ഓരോരോ വീടുകളുടെ കൺസ്ട്രക്ഷനുകൾ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പം ഇത് ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റഡ് വില്ല ആയിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് വീടുകൾ വന്നു കഴിയുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറിൽ തന്നെയായിരിക്കും നമുക്ക് ഒരുപാട് നൈബേഴ്സ് ഒക്കെ ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും ഈ ഒരു വീടും വരുന്നത്. ഇതിന്റെ എലിവേഷനൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ മതിലും ഗേറ്റും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഒരു ഗേറ്റും മറ്റേ സൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ഇതിനെ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാർ പോർച്ച് ഇവിടെ കാണാം. അതിന്റെ ഫ്ലോറിംഗ് വർക്കുകളൊക്കെ നമുക്ക് കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ താഴെയുള്ള വരുന്ന നമുക്ക് കാർ പോർച്ച് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ടൈലിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ അതിന് മുമ്പായിട്ട് വീടൊക്കെ എല്ലാം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പുതിയ ഹൈവേ വരുന്നത് കൊണ്ട് തന്നെ വീടുകൾ പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ ഫുള്ള് വർക്കുകൾ കഴിയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഈ ഒരു വീട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു കാറ് കയറ്റിയിടാവുന്ന സ്പേസ് ഇവിടെ കാണാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാർ ഇവിടെ ഇടാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വീടിന്റെ സൈഡിലേക്ക് ചുറ്റിനും കടന്നു പോകാവുന്ന രീതിയിലുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് മിഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ഒരു വെല്ല് കാണാവുന്നതാണ്. അപ്പം ഈ വീട്ടിലുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് ആണ് ഉള്ളത്. ഒന്ന് വെൽ വാട്ടർ ഉണ്ട്, മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് KWയുടെ വാട്ടർ കണക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ 2 സൈഡിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു വൈറ്റ് കളറിലുള്ള സ്റ്റൈലാണ് ഈ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. പില്ലർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പകുതിയോളം ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് 2 ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. 2 പാളികളായിട്ട് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെയിം ടൈൽ തന്നെ, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്.
നമ്മൾ നേരെ കയറി കഴിയുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു ഫെസിലിറ്റി അവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതാണ്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ വിൻഡോസ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവരവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോഴും അത്യാവശ്യത്തിനും സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാമിലിയിലുള്ള 4-5 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ആയിട്ട് ധാരാളം വിൻഡോസ് കൊടുത്ത് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് ഇതിനകത്തുള്ള ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും കിച്ചൺ കബോർഡ്സ്, വാർഡ്രോബ്സ് ഇതൊക്കെ നമ്മളുടെ ഒരു ചോയ്സിനനുസരിച്ചിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർ തൽക്കാലം അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പലർക്കും വാർഡ്രോബുകൾ ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റ്സ്, മോഡുലർ കിച്ചൺസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള അവർക്കാണെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലും കൂടിയാണ് നമ്മൾ ഈ ഒരു വീട് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷിങ് ചെയ്യാതെ വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് സ്പേസിൽ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വാഷ് ബേസിനുള്ള ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ബേസിന്റെ ഫിറ്റിംഗ്സ് ആണെങ്കിലും ഒക്കെ അവർ ചെയ്തു തരുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു ചോയ്സും കൂടെ അനുസരിച്ചിട്ട് അത് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പേസ് അവർ വേക്കൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് കിച്ചണിന്റെ ഏരിയയിലേക്കാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്തും കിച്ചൺ സ്ലാബുകൾ നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കൊരു മോഡുലർ കിച്ചൺ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിച്ചണിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള ഓപ്പണിങ്സ് വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ അവർ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്ലാബും അതുപോലെ തന്നെ സിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിൽ അവർ വേക്കൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. വർക്ക് ഏരിയയിലാണെങ്കിലും രണ്ട് സൈഡിലായിട്ട് അവർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ വീടിന്റെ പുറത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് നിങ്ങളെ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനില്ല. ഇവിടെ എല്ലാം തന്നെ അവർ വേക്കൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം തന്നെ അവർ ടൈൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണെങ്കിലും വീടുകൾ ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് മാത്രമാണ് നമുക്കിനി വീടുകൾ വരാനുള്ളത്. അതല്ലാതെ അതർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റിനും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു, ഡൈനിങ് കണ്ടു, കിച്ചൺ കണ്ടു. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് താഴത്തെ നിലയിലാണ് ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബെഡ്റൂം. ഡോറുകളുടെയൊക്കെ പാറ്റേൺ വരുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാം, രണ്ട് ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിലൊന്നും ഇവർ വർക്കുകൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് റൂഫിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാന്നുള്ളത്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. റൂഫിൽ വരുന്ന വർക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേക്കൻ്റ് ആയിട്ട് ഇട്ടേക്കാവുന്നതാണ്. ചെറിയൊരു ലൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബാത്റൂമിനകത്തൊക്കെ എത്രമാത്രം കറക്റ്റായിട്ട് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതാണ് ബാത്റൂമിന്റെ ഡോറ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ ഒരു കമ്പനിയുടെ ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഷെയ്ഡിലുള്ള കളറാണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടുത്തെ താഴെയുള്ള എല്ലാ ഫെസിലിറ്റികളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഹാൻഡ് റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാറുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ്. നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇതൊരു ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഹാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും 3 വിൻഡോസാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഹാളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് കൂടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ TV യൂണിറ്റിനൊക്കെ ആയിട്ടുള്ള സ്പേസും പവർ പോയിന്റ്സും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് സോഫ സെറ്റീസും ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് TV കാണാനുള്ള നല്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ അറേഞ്ച്മെന്റ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടിരുന്നു. ബാക്കിയുള്ള 2 ബെഡ്റൂംസ് വന്നിട്ട് മുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിലുള്ളവർക്ക് ഇവിടെ ഇപ്പം നമ്മുടെ ഹാളിലാണെന്നുണ്ടെങ്കിലും ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞു റൂഫിലെ വർക്കുകളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം വരുന്നത് ഇങ്ങനെയാണ്. ഒരു വൈറ്റ് ആൻഡ് ഒരു ചെറിയ ഗ്രേ കളർ ഫിനിഷോട് കൂടിയ ടൈലാണ് ഇവിടുത്തെ വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനു മുന്നേ നമ്മൾ ഈ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കാണുന്ന ഫസ്റ്റ് ഡോർ എന്താണെന്നുള്ളത് നോക്കാം. ഈ കാണുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് അത് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം, കുറച്ച് ലെങ്ത്തിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു കോർണർ ഭാഗത്തായിട്ടും കുറച്ച് ബെഡ്റൂമിന്റെ ഷേപ്പ് കുറച്ച് നീളത്തിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഈസിയാണ്. കാരണം ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം സ്പേസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വാർഡ്രോബുകൾ ചെയ്താൽ അവിടെ നമ്മൾ കോട്ടൊക്കെ ഇടുന്ന സമയത്ത് അതിനെ എഫക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഈ ഭാഗത്തായിട്ടാണ് വേറെ 3 വിൻഡോസ് വരുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെറിയൊരു കളർ ചേഞ്ച് മാത്രമാണ് ടൈലുകൾക്കൊക്കെ വരുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് ചെറിയൊരു ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പലതായിട്ടും പ്ലോട്ട് വൈസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി അവിടെ ഒരുപാട് വില്ലകൾ വരാനുള്ളതാണ്. ഈ ഒരു വില്ലയുടെ വർക്ക് കംപ്ലീറ്റഡ് ആണ്. ഓപ്പോസിറ്റ് വരുന്ന വില്ലയുടെ വർക്ക് ഓൺ ഗോയിങ് ആണ്. അപ്പം ഫ്യൂച്ചറിൽ ഇവിടെ എല്ലാം നിറയെ വില്ലകൾ വന്ന് കഴിയുമ്പോഴേക്കും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ലയ്ക്കകത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ വീട് ഞാൻ പറഞ്ഞു 3 സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലാൻഡ് നമുക്ക് 3 സെന്റ് പോരാ, കുറച്ചും കൂടെ കൂടുതൽ ലാൻഡ് വേണം, ഒരു 5 സെന്റോ 6 സെന്റോ കൂടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ഫെസിലിറ്റി കൂടി അവൈലബിൾ ആണ്. ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ലാൻഡും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഒരു ചെറിയ പ്രൈസിംഗ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് അതിനടുത്ത് കിടക്കുന്ന ലാൻഡ് കൂടി വേണമെങ്കിൽ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്നത്. ബിക്കോസ് ഇവിടെ ഈ ഹൈവേ എല്ലാം തന്നെ ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ ലാൻഡുകൾക്കൊക്കെ തന്നെ വില കൂടും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു വീടും അതിനടുത്ത് കിടക്കുന്ന ലാൻഡും ഒക്കെ നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാനുള്ള ചാൻസ് കൂടിയാണ് വന്നിരിക്കുന്നത്. 3 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത്. 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്കിതിന്റെ പോർച്ചിൽ ഒരു കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് വേറെയും സ്പേസ് അതിനകത്തുണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മളുടെ ഇടപ്പള്ളി പറവൂർ റൂട്ട് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ എലിവേറ്റഡ് ഹൈവേ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിന് കുറച്ചൊരു ഡിമാൻഡ് കൂടുതലുണ്ട്. അപ്പം മുമ്പ് നമുക്ക് കിട്ടിയിരുന്ന റേറ്റിനേക്കാളും ഒരുപാട് പ്രൈസ് ഹൈക്കാണ് ഇനിയിപ്പോൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്ന സമയത്ത് വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന റേറ്റിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞൊരു വീട് പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഈ ഭാഗത്തുള്ള റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എറണാകുളത്തേക്കൊക്കെ വളരെ നിമിഷ നേരം കൊണ്ട് എത്തിപ്പെടാവുന്ന ഒരു ഹൈവേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു സ്ഥലം എത്രമാത്രം ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ 3 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 52 lakhs ആണ്. 52 ലക്ഷം എന്നുള്ളത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീടൊന്ന് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.